തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ചതിൽ കെഎസ്ഇബിക്കെതിരെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു. കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് 7 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കെഎസ്ഇബി ഓഫീസ് ആക്രമിച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്യുന്നതിന് മുൻപയച്ച ഓഡിയോ സന്ദേശത്തിലാണ് അജ്മൽ ഇക്കാര്യം പറയുന്നത്. കെഎസ്ഇബി ഉദ്യോഗസ്ഥർ തന്നെയും സഹോദരനെയും ആക്രമിച്ചെന്നും കമ്പ്യൂട്ടറും ഫർണിച്ചറും തകർത്തത് ഉദ്യോഗസ്ഥരാണെന്നും അജ്മൽ പറയുന്നു. കെഎസ്ഇബി ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ ഉദ്യോഗസ്ഥർ പിടിച്ചുവെച്ചിരിക്കുകയാണ്. അത് പുറത്തു വന്നാൽ സത്യം മനസ്സിലാകുമെന്നും ഓഡിയോയിലുണ്ട്. ഈ സംഭവം ഫുള്ള് റെക്കോർഡ് ചെയ്ത ഒരു ഫോണുണ്ട്. ഞാൻ ഇവിടുന്ന് കെഎസ്ഇബിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഫുൾ റെക്കോർഡ് ചെയ്തൊരു ഫോണുണ്ട്. ആ ഫോണ് ഈ കെഎസ്ഇബിൻ്റെ AV എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോണ് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ കാണുന്നതൊക്കെ നേരെ തിരിച്ചാവും. അതേസമയം കെഎസ്ഇബി ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വൈദ്യുതി കണക്ഷൻ അജ്മലിന്റെ പേരിലല്ല, പിതാവ് അബ്ദുൾ റസാഖിന്റെ പേരിലാണ്. അതിനാൽ റസാഖിന്റെ വീട്ടിലേക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കെഎസ്ഇബി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി സ്വദേശി സെയ്ദലവി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. റസാഖ് നിത്യരോഗിയാണെന്നും അദ്ദേഹത്തോട് കെഎസ്ഇബി കാണിച്ചത് മനുഷ്യാവകാശ ലംഘനമെന്നും പരാതിയിലുണ്ട്. തന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിൽ പ്രതിഷേധിച്ച് റസാഖ് കഴിഞ്ഞ ദിവസം തിരുവമ്പാടി കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ജനം, കോഴിക്കോട്.